ലീല ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് അമ്പലത്തിൽ പോകാന്നൊക്കെ ഒന്ന് ഓർത്ത് ഒരുങ്ങി നിന്നതാ. അപ്പൊ മഴയായതുകൊണ്ട് മഴ പോകാൻ ഇങ്ങനെ കാത്തു നിൽക്കുക. പിള്ളേരൊക്കെ വെളിയിൽ പോയി ചെന്ന് കയറി വന്നതേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇന്ന് രാവിലത്തെ നമ്മുടെ വീടിനടുത്തുള്ള ക്ലൈമറ്റാണ്. ഭയങ്കര കാറ്റ്, മഴ ചെന്നപ്പിന്നം പെയ്തുകൊണ്ടിരിക്കുന്നു. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി കാറ്റ് കൂടാണ്. ഇരിക്കാൻ പറ്റുന്നില്ല. നല്ല കാറ്റല്ലേ. കാറ്റാടി എല്ലാം നിർത്തിയിട്ടേക്കും കേട്ടോ. കാറ്റാടി മുഴുവൻ കാറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കും എല്ലാം ഓരോരുത്തർ ഒന്ന് കറങ്ങുന്നത്. കാറ്റുള്ളപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം കാറ്റൊക്കെ ആവും. ഭയങ്കരമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലീഫൊക്കെ ഒടിഞ്ഞു പോകും. ഭയങ്കര കാറ്റല്ലേ. ഈ ലൈനൊക്കെ കിടന്ന് ആടുന്നതാണ്. ഓടണേ. വീട്ടിൽ പോയാലോ? വീട്ടിൽ പോയിട്ട് എല്ലാത്തിനെയും വിളിച്ച് എഴുന്നേൽപ്പിക്കാം. വാ. അതന്നെ കുഞ്ഞി പ്രാക്ടീസാണോ? ആണോ? കുറച്ചൊക്കെ വരുന്നുണ്ട്. മസാല ദോശക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാനാ. ആഹാ, കൊള്ളാലോ. രാവിലെ എങ്ങനെ ഉണ്ടായിരുന്നു മേട്ടായി പോയിട്ട്? കാറ്റായിരുന്നല്ലേ? നിങ്ങള് പറയണായിരുന്നോ? എന്നാ കാറ്റായിരുന്നറിയോ? മറ്റേ കാറ്റാടി അവിടെ പുൽമേടില്ലേ, ആ പുല്ലൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ നിലത്ത് മുട്ടിയാ കിടക്കുന്നത്. നല്ല രസം. സൂപ്പർ സീനറി ആയിരുന്നു. രാവിലെ വരാൻ പറഞ്ഞ അന്നേരം കിടന്ന് ഉറങ്ങി പോർക്കണമായിരുന്നു. ഇറങ്ങി നിന്നാ കാറ്റ് നമ്മളെ കൊണ്ടുപോകും. വിളിച്ചില്ല ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചല്ലേ. വിളിച്ചപ്പം വരാതെ ചുമ്മാ കിടന്ന് പുതപ്പിനകത്ത് ചുരുണ്ട് കൂടി കിടന്നേ ചെയ്യും. എന്നിട്ട് വിളിച്ചില്ലെന്ന്. ഇതെന്നാ പരിപാടി? കറണ്ട് പോകുന്നതിന് മുമ്പ് ചമ്മന്തി അരച്ചെടുക്കാവേ, മസാല ദോശക്കുള്ള. ചിലപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോകാൻ ചാൻസ്. ഉള്ളി ഇട്ടോ, പച്ചമുളക് ഇട്ടോ. വേണോ? എന്നായിരിക്കും ഇച്ചിരി എരിവൊക്കെ ഇരുന്നോട്ടെ. ഇച്ചിരി എരിയട്ട തണുപ്പല്ലേ. ചമ്മച്ചി ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാ കേട്ടോ. ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നല്ലേ? അവിടെ കുറവുണ്ട് ചെറുതായിട്ട്. അതിപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇപ്പം തിന്നാൻ വന്നു. ഇടവേളയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അല്ല, ഇത് വെള്ള കളർ മസാല ദോശ ഉണ്ടാക്കാം. മസാല ദോശ വെള്ള ചമ്മന്തി. അതിനകത്തേ മറ്റേ നമ്മൾ പൊരിക്കടലയില്ലേ, പൊരിക്കടല ചമ്മന്തിക്കടലുണ്ട്. ഇതാണ് സാധനം. ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളക്കടല ഇതിട്ട് കഴിയുമ്പോൾ തേങ്ങ കുറച്ച് മതി. ചമ്മന്തി നല്ല കൊഴുപ്പായിട്ടേ നല്ല ടേസ്റ്റും കട്ടിക്ക് കിട്ടും. മസാല ദോശയ്ക്ക് ചമ്മന്തി വേണം നിർബന്ധമുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കറണ്ട് പോകുന്നത്. ഇനി നീ കടലേം തിന്നോണ്ട് നിപ്പേ നടക്കത്തുള്ളൂ. നിന്റെ അവിടെ ഞാൻ അന്നേരം അരക്കാൻ പറഞ്ഞതല്ലേ കറണ്ട് പോയി. വരും. ചിലപ്പോ നാളെ രാവിലെ ഇനിയിപ്പം മസാല ദോശയൊക്കെ തിന്നായിരിക്കും. ഓടിവായോ പെട്ടെന്ന് വരുവാണെങ്കിൽ കറണ്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് മിക്സി എടുത്ത് പടപെടാന്ന് റെഡിയാക്കിയോ. ചൂട് വെള്ളം തണുത്തു പോയിട്ട് ഞാൻ ഒഴിച്ചു വെക്കാതിരുന്നേ. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിലേ അരഞ്ഞു കിട്ടത്തില്ല. തേങ്ങ എല്ലാം ഉറഞ്ഞിരിക്കുമല്ലേ. ദൈവമേ, ഇപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളല്ലേ. നമുക്ക് നല്ല തണുപ്പുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉള്ളൂ. തന്നെ കുഞ്ഞി തണുക്കുന്നുണ്ടോ? തണുപ്പ് കൂടിയിട്ടാ കുഞ്ഞി ഉടുപ്പിട്ടിരിക്കുന്നത്. ഇത് നമ്മള് മറ്റേ കമ്പത്തിന് ഇറങ്ങി പോകുമ്പോ കാണത്തില്ലേ, ആ വഴി സൈഡിൽ കൂടെ കുറെ ആളുകൾ ഇരിക്കുന്നേ. മാർക്കറ്റിലേ അത്രയും മുഴുത്ത ക്യാരറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ ഇത്രയും കുഞ്ഞു ക്യാരറ്റ് പോയി കണ്ടുപിടിച്ചേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ക്യാരറ്റ്, ഈ പ്രാവശ്യം മേടിച്ചത് വലുതല്ല. ആണോ? അന്ന് നമ്മൾ പോയി മേടിച്ച ചെറുതല്ല.
കുഞ്ഞ് ആ ടീച്ചർ ഏതാണ്ട് കുറെ GK ഒക്കെ എഴുതണമെന്നും പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എഴുതിയോ? കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി എഴുതണം. ആണോ? ആ. മടിയല്ലേ? തണുപ്പ പിന്നെ മടിയ. തണുപ്പ്. ഇങ്ങനെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നു പോയി നിൽക്കുന്ന ആള് മഴയല്ലേ, മഴയായതുകൊണ്ട് ആള് കുറവല്ലേ? എന്നാലും ഉണ്ട്. മാഡം ഇത് എന്ത് യന്ത്രമാണ് മാഡം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മച്ചി എന്നാ അതിന് പേര് പറഞ്ഞേ? അമ്മച്ചി പറഞ്ഞ പേര് തന്നെയാണ് അത്. മറ്റേ കറക്കി യന്ത്രമാണ്. ഓ മറ്റേ അത് മിക്സിയുടെ ചോപ്പറിന്. കാര്യമാണ്. മറ്റേ ചോപ്പറിനല്ലേ പറഞ്ഞേ? മിക്സിക്കാണോ? കറക്ക് കമ്പനി. ഇതെന്നെ വേണം സാമ്പാർ. മസാല. ഓ മസാല ദോശക്കുള്ള മസാല റെഡിയാക്കാനുള്ള സാധനമാണ്. കിഴങ്ങും ക്യാരറ്റും ഇതിനെല്ലാം കൂടെ അല്ല ഇടിച്ചു കൂട്ടി അകത്ത് വെക്കുന്നേ. ഓക്കെ ഓക്കെ. കിഴങ്ങ് പുഴുങ്ങിയതാണോ? കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. കിഴങ്ങ് പുഴുങ്ങണം. കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങിയെടുക്കണം. അമ്പലത്തിലൊക്കെ പോയിട്ട് സുന്ദരിയായിട്ട് വന്നു. എന്നാ പരിപാടി? എന്നതാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ? മസാല ദോശക്കുള്ള എടുക്കാന്ന് രാവിലെ ഞാൻ വന്നിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കാന്നും പറഞ്ഞ് അമ്പലത്തിലോട്ട് പോയ പാർട്ടിയാ. ഞാൻ വന്നിട്ടില്ലേ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്? ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വന്നു കഴിഞ്ഞപ്പോ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ. അത്രേ ഉള്ളൂ. അപ്പൊ ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഫാസ്റ്റായിട്ട് അരിഞ്ഞിട്ടോ. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് വിശപ്പ് കൂടുതല. മഞ്ഞക്കർക്കിടകമായ ഏറ്റവും വിശപ്പ് കൂടുതലുള്ള ദിവസം. മഞ്ഞക്കർക്കിടകം എന്നാ പണ്ടൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ കർക്കിടകത്തിലല്ല മഞ്ഞം, ചിങ്ങമാകും. കിഴങ്ങും ക്യാരറ്റും ഇതിനകത്ത് ഇട്ടു. പിന്നെ കിഴങ്ങായതുകൊണ്ടും തണുപ്പായതുകൊണ്ടും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടണം. അത് കൊള്ളാം. പിന്നെ ഇതിനുള്ള ഉപ്പ്. കിഴങ്ങൊക്കെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് വേവായിരിക്കും അല്ലേ? ഉപ്പ്. കറിവേപ്പിലെല്ലാം തീർന്നു പോയത്. ഇലയെല്ലാം കാറ്റടിച്ച് പറിച്ചു കളഞ്ഞാ പറഞ്ഞു. മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഇതിനുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കിത്തോട്ട് വെക്കാം. ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ചൂടുവെള്ളമാകുമ്പോൾ പെട്ടെന്നാവും അല്ലേ? പെട്ടെന്ന് വെന്തോളും. ഇത് 2 വിസിൽ മതി. ഇത് വിസിൽ വരാറായെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പം വെയിൽ വരുന്നത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ദിവാകരനോട് ചോദിച്ചാൽ പുള്ളി പറയും. ദിവാകരനോ? അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പേര് ദിവാകരനല്ലേ? സൂര്യന്റെ പേരല്ലേ? പര്യായപദം അറിയാവോ? സൂര്യന്റെ പേരറിയാം. സൂര്യന് പര്യായപദങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവോ? അച്ചമ്മച്ചോടി ചോദിച്ചാൽ എത്ര ഉണ്ടെന്ന്? എത്ര എണ്ണം ഉണ്ട്? അത് സൂര്യന്റെ പര്യായം ഒരുപാടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യപ്പെട്ടത് ഞാൻ വേണേൽ പറയാം. അർക്കൻ, ആദിത്യൻ, ദിനകരൻ, ദിവാകരൻ, ഇങ്ങനെ അങ്ങ് പോകും സൂര്യന്റെ പേര്. അരമണിക്കൂറിന് ശേഷം കറണ്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയാൽ റെഡിയാവും. ഇതെല്ലാം വെന്തിട്ടുണ്ടല്ലേ? ഇതെല്ലാം കൂടെ റെഡിയാക്കി എടുക്കണ്ടേ? ഒരു കാര്യം സമ്മതിക്കുവാണല്ലോ. ഇല്ലല്ല, നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ഏതായാലും ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട് കറണ്ട്. 5 മിനിറ്റ് വരും, അരമണിക്കൂർ പോകും. ചട്ടി ചൂടായിട്ടുണ്ട്. കടി ഇട്ട് കൊടുക്കാം. ഞാൻ മസാല ദോശക്കുള്ള സമ്മതി രണ്ടുപേരോട് ആഞ്ഞു പിടിക്കുക. ഇവിടെ വിശന്നിട്ട് വയ്ക്കാം. കരണ്ട് പണി തരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് സവാളയും പച്ചമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കണ്ടിട്ട് നല്ല എരിവുള്ളതാന്ന് തോന്നുന്നേ. എരിവ് ഇരുന്നോട്ടെ, ശകല എരിവ് വേണം. എല്ലാത്തിനും ഇരുന്നാലും ഈ ചെറുതായിട്ടൊന്ന് മാറട്ടെ. മഴയാകുമ്പോൾ ഒരു വെള്ളം കൂടി നിർത്തിയിടാം. നമ്മൾ വെള്ളം കുടിക്കുന്നേ ഉണ്ട്. ഞാൻ കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാനും ഇപ്പിടി വെള്ളം കുടിക്കുന്നുണ്ട്. ആണോ? ഞാൻ രാവിലെ ഇപ്പം 2 ഗ്ലാസ് വെള്ളം കുടിച്ചു, 1 ഗ്ലാസ് കാപ്പി. ഞാൻ 1 കുപ്പി വെള്ളം കുടിച്ചിട്ടായിരിക്കും. കുഞ്ഞ് കുപ്പിക്കകത്തിരുന്ന് വെള്ളം കുടിക്കുന്നു.
ഇടയ്ക്കിടയ്ക്ക് ഓടുന്നതും കാണാം. രാവിലെ എഴുന്നേറ്റ് തണുപ്പാക്കാൻ കുടിക്കണം. നോക്കിയൊന്നും കുടിക്കാൻ പറ്റിയത് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു. ഇതൊന്നും ആടുമ്പോഴത്തേനേ നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഒന്ന് ഉടച്ചു വെക്കണം. ഇത് ചമ്മച്ചി എന്നാ സമ്മന്തിക്കുള്ള പണിയാണോ? വിശക്കുന്നു കഴിക്കാൻ തോന്നിയായി. ഒരു ചെറിയ പാത്രം ഉണ്ട് തോന്നിക്കൊരു കിഴങ്ങ് കൊടുക്കാം. ആഹാ. ഈ പാത്രം വേണം എടുത്തു. പുഴുങ്ങിയ കിഴങ്ങിൻ്റെ ആളാ. പോയി കറണ്ട് പോയി. സവോള വാടിയേ നമുക്ക് കിഴങ്ങും ക്യാരറ്റും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡിയായിരുന്നു. മസാല റെഡിയായി. സമ്മന്തി റെഡിയായല്ലേ? ഈ കല്ലെടുത്തിട്ട് കുറച്ച് ദിവസം ആയായിരുന്നേ. അതുകൊണ്ട് എങ്ങനെയാവും നമുക്ക് ഒരെണ്ണം ചുട്ട് നോക്കാം. ഇതിൽ ചൂടായോ? ചൂടായതല്ലേ. ഇതെല്ലാം പകുതി ഇല്ലല്ലോ. ഇനി മാവ് കോരി ഒഴിക്കും. മസാല ദോശയാണോ ഗീ റോസ്റ്റാണോ? ശകലം നെയ്യ് ഇട്ടതാണ്. പക്ഷെ ഇത് കണ്ടോ ഇരിക്കുന്നത് തണുത്തിട്ടല്ലേ? തുറഞ്ഞിരിക്കുക. അങ്ങനെ നമ്മുടെ ദോശകൾ 2 പാനിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലേ ഒരെണ്ണത്തെ തന്നെ ചുട്ടുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്നാകത്തില്ല. 2 വാങ്ങി മസാല തേച്ചെടുക്കാം. അപ്പം മസാല നിറയ്ക്കാണോ? മസാല തേച്ചേക്കാം. അപ്പം നമ്മൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ചൂട്. അപ്പോൾ അങ്ങനെ 2ാമത്തെ ദോശ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? കഴിക്കട്ടെ. കഴിച്ചു നോക്കൂ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഞങ്ങളോട് പറയണം. നീ കഴിഞ്ഞ ദിവസം പറഞ്ഞേ വാട്ടവെള്ളം കട്ടൻ ചായ സൂപ്പർ. ആണോ? അടിപൊളി ടേസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓക്കെ ആയില്ലേ? അച്ചമ്മച്ചി എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. കൊള്ളാവോ? ആ. സമ്മന്തി കൂടെ നോക്കിയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പറയുകയൊന്നുമല്ല. നല്ല അടിപൊളി മസാല ദോശ അല്ലേ? അത് തിന്നിട്ട് തിന്നൊരു അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ ഉണ്ടാക്കി തന്നോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി തന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം. ഞങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കേട്ടാൽ മതി. ആണോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പറല്ലേ കുഞ്ഞി? കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഇറക്കി വിടും. നല്ലതാ. അടിപൊളി. കുഞ്ഞിയുള്ള സത്യം പറ. സൂപ്പർ ടേസ്റ്റ്. പുതിയൊരു വീഡിയോയുമായി